ഗൈസ്, ഞാനിന്ന് പോകുന്നത് 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നടക്കുന്ന കോടോത്ത് സ്കൂളിലേക്കാണ്. ഞാൻ കച്ചവടത്തിനായിട്ട് പലവട്ടം ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും കോടോത്ത് സ്കൂളിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ കോടോത്ത് സ്കൂളിലേക്ക് നടന്നു കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്കൂൾ മുറ്റം കാണുമ്പോൾ നിങ്ങൾ പഠിച്ചിറങ്ങിയ ആ ഒരു സ്കൂൾ കാലഘട്ടം ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര മിസ്സിംഗ് ആട്ടോ അത്. ഞാൻ ഈ കലോത്സവ നഗരിലൂടെ നടക്കുമ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ആരൊക്കെ ഈ ഉപജില്ലാ കലോത്സവത്തിന് വന്നിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നിങ്ങളുടെ സ്കൂളും ഏതാണെന്ന് കമന്റ് ചെയ്തോ. കോടോത്ത് സ്കൂളിൽ അവർ കലോത്സവത്തിന് വേണ്ടി ഒരുക്കിയ ഓരോ കാഴ്ചകളും അതിഗംഭീരമായിരുന്നു കേട്ടോ. ഞാൻ ഓരോ വട്ടവും കലോത്സവത്തിന് വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഒരു സമ്മാനം പോലും എനിക്ക് വാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എന്റെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ പ്രൈസ് കിട്ടിയ ആ സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ വോളണ്ടിയർ ആയിട്ടേക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്രയും വലിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാണ്ട് അവർക്ക് നൽകിയ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യുന്ന അവർക്കെല്ലാം നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഉച്ചഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് ഫോളോവേഴ്സിനെല്ലാം കണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത് അടുത്ത വേദിയിലേക്ക് കേട്ടോ. ഓരോ വേദിയിലും അതിഗംഭീരമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഇറങ്ങി. വൈകുന്നേരം വീണ്ടും പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യം കാരണം പോകാൻ വേണ്ടി സാധിച്ചില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചതെന്നും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബാക്കി അപ്പം നാളെ.